ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ, മറ്റു എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാല മൗലിദ് പ്രമാണവിരുദ്ധമോ എന്ന വിഷയത്തിൽ അല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അധാർമിക പ്രവണതകൾ വളർന്നു പന്തലിക്കുകയാണ്. പല ബിദഈ പ്രസ്ഥാനങ്ങളുടെയും കടന്നുവരവ് മൂലം മുൻഗാമികൾ കാണിച്ചു തന്ന പല ആചാരങ്ങളിലും കളങ്കം വന്നു തുടങ്ങി. അതിൽപ്പെട്ട ഒന്നാണ് മൗലിദ് ആഘോഷം എന്നത്. മൗലിദ് എന്നതിന് ഭാഷാർത്ഥത്തിൽ ജനനസ്ഥലം, ജനന സമയം എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ഒരു വ്യക്തിയിലുള്ള മധു പറയുക എന്നുകൂടി അതുകൊണ്ട് മറ്റൊരു ഉദ്ദേശമുണ്ട്. മഹാന്മാരുടെയും മഹത്തുക്കളുടെയും മദ്ഹ് പറയാൻ പറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നബി തങ്ങൾ തന്നെ മദ്ഹ് പാടുന്നതും പറയുന്നതും അംഗീകരിച്ചതായി പല കിതാബുകളിലും നമുക്ക് കാണാൻ കഴിയും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തന്റെ മദ്ഹ് പറയാൻ വേണ്ടി ഒരു മിമ്പർ തന്നെ നബി തങ്ങൾ സ്ഥാപിച്ചു കൊടുത്തു. ഇതെല്ലാം ഇതിന് തെളിവാണ്. ഒരു ദിവസം നബിയും സ്വഹാബത്തും ദൂരെ ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് ശബ്ദങ്ങൾ കേൾക്കാനിടയായി. കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ കുറച്ച് ആളുകൾ കൂടി ഒരു മൗലിദ് നടത്തുന്നതായി കണ്ടു. നബി തങ്ങൾ അതിൽ പങ്കെടുക്കുകയും അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. വിപുലമായ മൗലിദിനെ പല താബീങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. പ്രമുഖ താബീ ആയ ഹസനുൽ ബസരി തങ്ങൾ പറയുന്നു, എനിക്ക് ഉഹുദ് മലയോളം സ്വർണമുണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ നബി തങ്ങളുടെ മൗലിദ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുമെന്ന്. ആലമീൻ എന്ന ആയത്തിന്റെ ആശയത്തിൽ ഇബ്നു കസീർ പറയുന്നതായി കാണാം, നബി തങ്ങൾ റഹ്മത്താണെന്നും നിഅ്മത്താണെന്നും അതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കൽ എല്ലാവർക്കും നിർബന്ധമാണെന്നും ആരെങ്കിലും ഇതിനെ എതിർത്താൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും പരാജിതനാണെന്ന്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുവിൻ. ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി തങ്ങളാണ് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞതായി കാണാം. റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം ഇവിടെ റഹ്മത്ത് കൊണ്ട് വിവക്ഷ പറഞ്ഞത് നബി തങ്ങളെയാണ്. നമ്മളെല്ലാവരും നബിദിനത്തിൽ ആഘോഷിക്കുന്നവരാണ്. നബിദിനാഘോഷത്തിൽ പെട്ട ഒന്നാണ് നബിദിന റാലി എന്നുള്ളത്. ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ ഹിജറക്ക് പോയി മദീനയിലെത്തിയപ്പോ മദീനക്കാര് തൊലാൽ ബദ്ർ പാടി ദഫ്മുട്ടി നബി തങ്ങളെ സ്വീകരിച്ചതെല്ലാം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. എന്നാൽ നബിദിന ആഘോഷങ്ങളെയെല്ലാം പ്രമാണ പിന്തുണയില്ലാതെ ബിദഈവൽക്കരിക്കുകയാണ് ചില ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻഗാമികൾ നബി തങ്ങളോടുള്ള സ്നേഹം പല രൂപത്തിലായി പ്രകടിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. നമ്മളെല്ലാം പിന്തുടരേണ്ടത് അങ്ങനെയുള്ള നമ്മുടെ മുൻഗാമികളെയാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.